ഇന്ന് നമുക്ക് അടിപൊളി ഒരു സിലോപ്പിയ അച്ചാർ ഇടാം. അപ്പൊ സിലോപ്പിയ അച്ചാർ ഇടാണ്ട് നമുക്ക് ഇത്രയും സിലോപ്പിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ വെട്ടിക്കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സിലോപ്പിയ അച്ചാറിനുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പൊ നമ്മൾ സിലോപ്പി എല്ലാം വെട്ടി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവന്റെ തലയെല്ലാം വെട്ടി അങ്ങ് മാറ്റണം. നമുക്ക് തലയുടെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് തലയില്ലാതെ തന്നെ നമുക്ക് സിലോപ്പി എല്ലാം എടുത്തതിന് ശേഷം നല്ല രീതിയിൽ വരഞ്ഞൊക്കെ എടുക്കണം. ഇന്ന് നമുക്ക് മസാലയൊക്കെ പുരട്ടി വറക്കാനൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ടാ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സിലോപ്പി എല്ലാം വെട്ടി നല്ല ക്ലീൻ ആക്കി നല്ല അടിപൊളിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം ഇത്രയും സിലോപ്പിയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തലയെല്ലാം വെട്ടി കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറയുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് തലയൊക്കെ വെട്ടി മാറ്റാവേ. അപ്പം എന്താ നമ്മളിത് വെട്ടി റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ തലയെല്ലാം വെട്ടി മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വരഞ്ഞ് ഇതിൻ്റെ അകത്ത് മസാല വരണം. അപ്പം നമ്മൾ ഇതിനായിട്ട് ഇടുന്ന മസാല ഇത്രയേ ഉള്ളൂ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വളരെ കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഉപ്പ് ഇത്രയും നമ്മൾ ചേർത്ത് നല്ലപോലെ ചേർത്ത് ഇളക്കി ഒരു അരമണിക്കൂറോളം നമ്മൾ മാറ്റി വെച്ചിരിക്കണം. മാക്സിമം ഫ്രിഡ്ജിൽ വെച്ച് ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷം ഇത് അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്ത് വറക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഇവരെ അങ്ങ് വറുത്തെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ നേരം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വറക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. ഒരു ചെറിയൊരു രീതിയിൽ മൊരിഞ്ഞ് തന്നെ എടുക്കണം. കാരണം സിലോപ്പി ആയതുകൊണ്ടാണ് ഒരുവിധം മൊരിഞ്ഞെടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനുള്ള ആവശ്യമായിട്ടുള്ള അച്ചാറിടാനുള്ള ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 150 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് വെളുത്തുള്ളിയും ഉണ്ട്. ഇത്രയും നമ്മൾ എടുത്തത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി അരിയേണ്ട ആവശ്യമില്ല. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് കീറി ഇട്ടാൽ മാത്രം മതി. അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കീറി മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത എണ്ണ അങ്ങോട്ട് എടുക്കുകയാണ്. അത് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കടുകിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവയാണ് ഇടാൻ പോകുന്നത്. കടുകിട്ട് ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ ഇടാം. അപ്പം എന്താ നമ്മളിത് ഉലുവായി ഇട്ടു. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടണം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിനി കറിവേപ്പില ഇടണം. കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരുവിധം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇടാൻ തുടങ്ങാം. ഇത് നമുക്കിതെല്ലാം കൂടെ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയും എടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് അച്ചാർ കുറച്ച് നാളത്തേക്ക് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് എണ്ണയിൽ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് മസാല ഐറ്റംസ് ഒക്കെ ഇടാനുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പിടണം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ അതേ ഉപ്പ് നമ്മൾ ഇടുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ടാണ് നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മളിത് മുളക് പൊടി ഇട്ടു. അതിനുശേഷം നമ്മളിത് ഏകദേശം ഒരു 4 സ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മളിട്ടു. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നത് നമ്മൾ വീണ്ടും ഉപ്പിട്ട ഭാഗമാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ നല്ലപോലെ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ മീൻ വറക്കാൻ നേരം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ മസാല എല്ലാം കൂടെ എണ്ണയിൽ നല്ലപോലെ വഴറ്റി ഇങ്ങോട്ട് എടുക്കുകയാണ്. നമ്മൾ മസാല എല്ലാം നല്ലപോലെ ഒന്ന് എണ്ണയിൽ നിന്ന് മൂപ്പിച്ച് ഇങ്ങെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സിലോപ്പി കുട്ടന്മാരെ എല്ലാം അങ്ങോട്ട് തട്ടിയേക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്ന മുളകും മസാലയും എല്ലാം നല്ലപോലെ നമ്മുടെ മീനിലോട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ പിടിപ്പിക്കണം. ഇത്തിരി പാടുള്ള കാര്യമാണ്. എന്നാലും നല്ലപോലെ ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വിനാഗിരി ഒഴിക്കത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇളക്കി പിടിപ്പിച്ച് ഒന്ന് ആവിയും കൊണ്ടതിന് ശേഷം നമുക്ക് പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ മീനെല്ലാം ഇട്ടു. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉടഞ്ഞു പോകരുത്. അവിടെയാത്ത രീതിയിലൊക്കെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ മുരിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഒടിഞ്ഞൊന്നും പോകത്തൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. നല്ലപോലെ മസാല അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവരെ നല്ല രീതിയിൽ അങ്ങോട്ട് മസാലയൊക്കെ പുരട്ടാൻ വേണ്ടി നല്ലോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് മസാലയൊക്കെ നല്ലപോലെ പുരട്ടി ഒന്ന് ആവിക്കെടുക്കാം. അപ്പം നമുക്ക് മസാല അങ്ങോട്ട് നല്ലപോലെ പിടിപ്പിച്ച് കൊടുക്കുവാണ്. ഞാനൊരു ഏകദേശം നല്ലപോലെ മസാല പിടിപ്പിച്ചിട്ട് 2-3 മിനിറ്റത്തേക്ക് ഒന്ന് ഇത് മസാലയിൽ കിടന്ന് തന്നെ ഒന്ന് ആവി കൊള്ളും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇനി നമുക്കിതാ ഏകദേശം നല്ലപോലെ മിക്സായിട്ടുണ്ട്. കണ്ടോ, ഏകദേശം നല്ലപോലെ മിക്സായി അടിപൊളി പരുവായി. കണ്ടോ, ഇപ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നത്. അപ്പോൾ നമ്മളിതാ ഇനി വിനാഗിരി ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു 1.25 ഗ്ലാസ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി വിനാഗിരി വേണം കേട്ടോ. നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നാലും വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഇത് ഒന്ന് വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ വിനാഗിരി എല്ലാം വറ്റി എല്ലാം നല്ലപോലെ മീനിൽ പിടിക്കും. അപ്പം നമ്മൾ ഏകദേശം 1.25 ഗ്ലാസ് വിനാഗിരി നമ്മളിവിടെ ഒഴിക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിടേണ്ടി വരും. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും.
അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അവസാനത്തെ പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഇവനെ ഇങ്ങ് എടുക്കാം കേട്ടോ. ഇത് കണ്ട അടിപൊളിയായിട്ട് വിനാഗിരിയൊക്കെ നല്ല പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഇവനെ ഒന്ന് പറ്റിച്ചിങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിലോപ്പിയ അച്ചാർ റെഡിയായി കഴിയും. അപ്പം ഇന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇവനെ ഒന്ന് വറ്റിച്ചിങ്ങെടുക്കണം കേട്ടോ. നല്ല വറ്റിച്ച് നല്ലപോലെ ഇളക്കി എല്ലാം കൊടുക്കണം. എന്നിട്ട് നമ്മൾ നോക്കിക്കുക, ഇത്രയും നേരം നമ്മൾ ഇളക്കിയിട്ട് ഒരു മീൻ പോലും പൊടിയോ പൊട്ടുവോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഒരു മീഡിയം പരുവത്തിനൊന്നും മുരിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പം ഈ ഒരു പരുവത്തിൽ തന്നെ മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. മറ്റുള്ള മീനുകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇത് അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ മുള്ള് പോലും കളയേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പറായിട്ട് എല്ലാം ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സിലോപ്പിയ അച്ചാർ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇവനെ ഒന്ന് തണുപ്പിക്കണം. തണുപ്പിക്കുന്ന ഒരു 5-6 മണിക്കൂർ തുറന്ന് വെച്ച് തന്നെ തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതൊരു കുപ്പിയിലേക്ക് ആക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുപ്പിയിലാക്കിയതിന് ശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാവുള്ളൂ. അതുവരെ നമ്മൾ പിന്നെ പുറത്ത് തന്നെ ഇരിക്കട്ടെ. ഇനി സിലോപ്പിയ കിട്ടിയതിന് ശേഷം ഇതുപോലൊരു അച്ചാർ അങ്ങോട്ട് ഇടുക. അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ചെറിയൊരു കമൻറ്റും കൂടി ഇട്ടേക്കണം, എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് അറിയാമല്ലോ. അപ്പം നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.